കല്ലാറോട് കമ്പനിയാണ് പാർത്തോടെ മണിക്ക് കൂടെ വഴി. വണ്ടി എടുക്കും. ഹലോ സാർ, ആ ബാബുവിന്റെ ഫോൺ കുറച്ചു മുമ്പ് ഓണായിരുന്നു സാർ. അല്ല സാർ, അത് അപ്പൊ തന്നെ ഓഫായി. ലൊക്കേഷനെ പറ്റി വല്ല വിവരമുണ്ടോ? ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തിട്ടുണ്ട് സാർ. അത് ടൗണിലെ മെർമെയ്ഡ് ഹോട്ടലിന്റെ അടുത്തുള്ള ടവറാണ് സാർ. സാർ, പിന്നെ അവന്റെ ട്രാവൽ മുഴുവനും ജേക്കബ് എന്ന് പറയുന്ന ഒരാളുടെ ജീപ്പിലാണ് സാർ. അയാൾ തന്നെയാണ് സാർ നമ്മളെ വിളിച്ചത് ഇൻഫോം ചെയ്തത്. പെർഫെക്റ്റ്. ദാറ്റ്സ് ഇറ്റ് മൈ ബോയ്. എന്ത് സാർ? ഒന്നുമില്ല, കൊള്ളാമെന്ന്. ശരി സാർ, ശരി. ആരുടെ കണക്ക് ഓരോ മാറി. നീ ഉപയോഗിച്ച ലാഡർ ഇനി കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയായിട്ട് സാറിനെ കാണിച്ചു കൊടുത്തേ. ഞാൻ എന്നാ ചെയ്തെന്ന് സാറ് പറഞ്ഞു. ഇവൻ എനിക്കൊന്നും അറിയത്തില്ല. നാട്ടുകാർ നോക്കി എനിക്ക് അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആട്ടി ചണ്ണാക്കി കയറ്റും. പോയി കയറണം. സാറേ, ഞാൻ ആ ഏണി എടുത്ത് കയറണം. ഫിംഗർ ബാബു എന്ന് വിളിക്കപ്പെടുന്ന പ്രതി ബാബുവിന്റെ കൂടെ മറ്റു പ്രതികളും ഒന്ന് സഹായിച്ചു കൊടുക്കണോ സാർ? പ്രതിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയ ശേഷം കൂടുതൽ തെളിവെടുപ്പിനായി 2 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് വാങ്ങി. കൊല ചെയ്തത് പൈലയുടെ ഡ്രൈവർ ഫിംഗർ ബാബുവാണെന്ന് ഇതിനിടെയാണ് സംഭവം. മതി മതി, ഇറങ്ങിക്കോ. വാടോ, അവനെ ഇങ്ങോട്ട് നിർത്ത്. നീങ്ങിക്കിടണം. ഫോട്ടോഗ്രാഫർ ഇവിടെ. ഒന്ന് മാറിക്ക, ഒന്ന് മാറി എടുത്താ. അതിന് മേളിലേക്ക് ഇറങ്ങി. കട്ട് കണ്ടെത്തിയ സ്ഥലത്തേക്ക് പ്രതിയെ കൂടുതൽ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇരട്ടക്കൊലയ്ക്ക് ഉപയോഗിച്ച മൂർച്ചയേറിയ ആയുധം അത് കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. ഡിവൈഎസ്പി സൈമൺ തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ സാഹസികമായി പിടികൂടിയത്. സാർ, പൈലി ഇവിടുത്തെ ഒരു പഴയ കോൺട്രാക്ടറാണ്. ഇവിടുത്തെ മിക്ക അക്വഡേറ്റ്സും പണിത് പുള്ളിയാണ്. ഈ അക്വഡേറ്റ്സ് പണിയാൻ വേണ്ടി പൈലി ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു ആംഗ്ലോ ഇന്ത്യൻ എഞ്ചിനീയറെ ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിരുന്നു. ഒരു ലിയനാർഡ് ജോസഫ് ഫ്രോച്ച. എന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അയാൾ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഈ എഞ്ചിനീയറുടെ ഭാര്യയെ സ്വന്തമാക്കാൻ പൈലി തന്നെയാണ് അത് ചെയ്തതെന്നൊരു സംസാരമുണ്ട്. ഈ ബന്ധത്തിൽ പൈലിക്കുണ്ടായ മകനാണ് പോൾസൺ. ഈ ബാബു ആരാ?
ബാബുവിന്റെ അച്ഛൻ സുമാരൻ ചേട്ടനായിരുന്നു ശരിക്കും പൈലിയുടെ കൈക്കാരൻ. ഈ കാട്ടുപന്നികളൊക്കെ ഒറ്റയടിക്ക് കൊല്ലുക എന്ന് പറയുന്ന പുള്ളിയുടെ സ്പെഷ്യാലിറ്റിയാ. അങ്ങനെ വീണ പേരാ പിഗ്ഗർ സുമാരൻ. പിന്നെ നമ്മുടെ നാട്ടുകാർ വിളിച്ച് വിളിച്ച് അത് പിങ്കർ സുമാരനായി. പിങ്കർ പിങ്കർ എന്നിട്ട് സുകുമാരൻ ചേട്ടന് വയ്യാതായപ്പോ ബാബു പയ്യെ പൈലിയുടെ കൂടെ കൂടി. നാട്ടുകാർ പിങ്കർ സുകുമാരന്റെ മോൻ ബാബു ബാബു എന്ന് വിളിച്ച് വിളിച്ച് അവനങ്ങനെ പിങ്കർ ബാബുയി. പറഞ്ഞു വരുമ്പോ അവന്റെ കയ്യിൽ എല്ലാ പണിയുണ്ട്. നേരത്തെ പറഞ്ഞ ഈ എഞ്ചിനീയറുടെ ഭാര്യയുടെ കാര്യങ്ങളൊക്കെ പൈലി ആ ബന്ധം വിട്ടതിന് ശേഷം നോക്കുന്നത് ഈ ബാബുവാ. അത് പൈലിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമൊന്നും കേട്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ പേരെന്താ? റാഹിൽ റോജ. റോച്ച. സാർ ആ കോൾ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് സാർ. സാർ ആ സംഭവം നടന്നതിന്റെ അന്നും തലേന്നും പിറ്റേന്നുമായിട്ട് ആനപർട്ടി സിറ്റിയിലെ ടോട്ടൽ കോളുകളുടെ എണ്ണം 4816 സാർ. എത്ര? 4816. 4816 സാർ. ആഹാ, എനിക്ക് എണ്ണി പഠിക്കാനാ. ആവശ്യമുള്ള കോൾ ലിസ്റ്റ് എടുത്തോട്ടോ. സാർ അത് സോർട്ട് ചെയ്തോണ്ടിരിക്കണുള്ളൂ സാർ. ആ പിഗർ ബാബുവിന്റെ കോൾ ലിസ്റ്റ് ഉണ്ടോ? ഉണ്ട് സാർ, ഉണ്ട്. അതിങ്ങ് എടുക്ക്, അതല്ലേ വേണ്ടത്. ഈ പൈലി ആ പൈലി മരിച്ചതിന്റെ തലേദിവസം നീ വേണം തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു മോനിച്ചൻ പറഞ്ഞല്ലോ, എന്തായിരുന്നു അത്? സാറേ അന്ന് ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോ നീ എന്താണ് കൊച്ചു ദേഹത്ത് വണ്ടി കയറ്റത്? എന്നാ ആ അത് നമ്മുടെ പറമ്പ് കയ്യിൽ പോവാതിരിക്കാനേ ആ വർഗീസിന്റെ മോൾ കിട്ടൊരു പണി കൊടുത്ത. സർ വർഗീസ്. ആ വർഗീസിന്റെ മോളുടെ ആക്സിഡന്റ് സ്വയം ഏറ്റെടുത്ത് നീ നമ്മുടെ പൈലി ഇതിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയതാണല്ലേ? അതെ സാറേ. അന്ന് ആ ആക്സിഡന്റിന് ശേഷം ഈ നാട്ടിൽ നീ ഇല്ലാന്ന് വരുത്തി തീർക്കാൻ ഇല്ലാത്ത ഓട്ടത്തിന്റെ പേരിൽ നീ ഇവിടുന്ന് മുങ്ങിയതല്ലേ? അല്ലെന്നേ, അന്ന് ഇച്ചിരി മരുന്നിന്റെ ഓട്ടം വന്നിട്ട് പോയതാ. മരുന്നോ? എന്ത് മരുന്ന്? മാഷാരി മാഷാരി മാഷ കഞ്ചാവേ. ഒരു കേസ് വല്ലതേ വെള്ളപ്പെടുക്കുന്നുള്ളു. ആ പറ. ലോഡ് രാത്രി 11:30 എത്തുന്ന അവന്മാരെ ആദ്യം പറഞ്ഞു. പിന്നെ അവന്മാരെ വിളിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് അങ്ങ് തങ്ങി. നീ അടിക്കൂ? കള്ളടിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കത്തില്ല സാറേ, ഇത് ഒറ്റയ്ക്ക് അടിക്കണം. ഈ അവന്മാരെന്ന് പറഞ്ഞ ആരാ? പറ. എന്റെ പൊന്നു സാറേ, ഇമ്മാരി കേസിൽ ആരും പേരും സ്ഥലമൊന്നും പറയത്തില്ല. അവിടെ എത്തുമ്പോഴാ ആരാ എന്നാന്നൊക്കെ മനസ്സിലാവുന്നു. എവിടെന്ന് അവന്മാർ വിളിച്ചത്? കമ്പത്തൊന്നും കണ്ട. ഒരു കമ്പവുമില്ല, ഒരു തേനിയുമില്ല, മനസ്സിലാടാ? നീ നിന്ന് അതേ ടവർ അതേ സ്ഥലം. പിന്നെ നീ വിളിച്ചു എന്ന് പറഞ്ഞാൽ ഫോൺ ഉണ്ടല്ലോ, അത് കളവുപോയതിന് കംപ്ലൈന്റ് ഉണ്ട്. പറ 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 പറ. സാറേ ഞാൻ എന്ത് പറഞ്ഞാലും സാറ് വിശ്വസിക്കത്തില്ല. പിന്നെ ഞാൻ എന്നാ പറഞ്ഞിട്ട് എന്താ? നീ അല്ല ഇത് ചെയ്തെങ്കിൽ പിന്നെ എന്തിനാണ് നീ വിളിച്ചേ? സാറേ അന്ന് രാത്രി ഞാൻ അടിച്ച് ഓഫായി പോയി. പിറ്റേന്ന് രാവിലെ ടി വിന്നാ ഞാൻ സംഭവങ്ങളൊക്കെ അറിയുന്നത്. എല്ലാത്തിനും